ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നമ്മുടെ കുട്ടികളുടെ ശരീര സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും വിളർച്ച മാറാനും പ്രതിരോധശേഷി വർദ്ധിക്കാനും ഒരുപോലെ സഹായകരമാകുന്ന ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ എഫക്റ്റീവായ ഈ ലേഹ്യത്തിന് വേണ്ടത് ഈന്തപ്പഴമാണ്. നല്ല ഈന്തപ്പഴം നോക്കി 500 ഗ്രാം ഈന്തപ്പഴം കഴുകി കുരു കളഞ്ഞ് എടുക്കുക. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് നല്ല ഈന്തപ്പഴം നോക്കി എടുക്കുക. അല്ല എങ്കിൽ നമുക്കിത് വേവിച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ അരച്ചെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ തവി കൊണ്ട് ഉടച്ചെടുത്താൽ മതി. പിന്നെ ആവശ്യമുള്ളത് കുതിർത്ത 150 ഗ്രാം ബദാമാണ്, വെള്ളത്തിലിട്ട് കുതിർത്ത് തോല് കളഞ്ഞത്. പിന്നെ വേണ്ടത് 150 ഗ്രാം അണ്ടിപ്പരിപ്പാണ്. പിന്നെ 50 ഗ്രാം നിലക്കടല വറുത്ത തൊലി കളഞ്ഞത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു തേങ്ങ ചിരകിയതിൽ 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് 1-ാം പാലും 2.5 ഗ്ലാസ് വെള്ളമൊഴിച്ച് 2-ാം പാലും എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പനം ശർക്കരയാണ്. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചുക്ക് പൊടിച്ചത് 1/2 ടീസ്പൂൺ, പിന്നെ 3 ടീസ്പൂൺ നെയ്യാണ് ആവശ്യമുള്ളത്. നമുക്ക് ഈന്തപ്പഴം 2-ാം പാലിൻ്റെ കുറച്ചൊഴിച്ച് കുക്കറിൽ 3 വിസിലിൽ വേവിച്ചെടുക്കാം. 2 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലുമാണ് നമ്മൾ ഈന്തപ്പഴം വേവിച്ചെടുക്കാൻ വെക്കേണ്ടത്. നമുക്ക് മറ്റൊരു പാത്രത്തിൽ പനശർക്കര 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അലിയിച്ചെടുക്കാം. കുറുക്കിയെടുക്കേണ്ടതില്ല, അലിയിച്ചെടുത്താൽ മതി. കുതിർത്ത് വെച്ച ബദാം നമുക്ക് അരച്ചെടുക്കാം. ബദാം ചെറിയ തരിയായിട്ടാണ് അരച്ചെടുത്തത്. പിന്നെ നമുക്ക് കശുവണ്ടിപ്പരിപ്പ് പൊടിച്ചെടുക്കാം. നിലക്കടലയും പൊടിച്ചെടുക്കാം. ഈന്തപ്പഴം വെന്ത് വന്നിട്ടുണ്ട്. തവി കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. അഥവാ ഉടച്ചിട്ട് അരയുന്നില്ല എങ്കിൽ നമ്മൾ മിക്സിയിൽ ആറിക്കഴിഞ്ഞൊന്ന് അരച്ചെടുത്താൽ മതി. നല്ല ഈന്തപ്പഴമാണ് എങ്കിൽ തവി കൊണ്ട് ഉടച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് ഉടഞ്ഞു കിട്ടും. അല്ല എങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താൽ മതി. നമുക്ക് തീ കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെക്കാം. ലേഹ്യമുണ്ടാക്കാൻ എപ്പോഴും നല്ലത് ഓടിൻ്റെ ഉരുളിയാണ്. ഉരുളിയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടിയും നെയ്യും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ചു വെച്ച ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴവും ആയിട്ട് നന്നായിട്ട് നെയ്യും ഈന്തപ്പഴവും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ അലിയിപ്പിച്ച് വെച്ച പനശർക്കര ഒഴിച്ചു കൊടുക്കുക. പനശർക്കര അരിച്ച് മാത്രം ഒഴിക്കുക, കാരണം നന്നായിട്ട് കരടുകൾ ഉണ്ടാവാം. ഫ്ലെയിം ഇപ്പോൾ ഹൈ ഫ്ലെയിം ആയിട്ടാണുള്ളത്. ഈന്തപ്പഴവും ശർക്കരയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാക്കിയുള്ള 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിം ആക്കുക. കാരണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കയ്യിലോട്ട് തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വരാൻ നല്ല സമയമെടുക്കും. നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കുക. ഡ്രൈ ഫ്രൂട്ട്സിൽ ആരോഗ്യം ഏറ്റവും കൂടുതൽ നൽകുന്ന ഒന്നാണ് ഡേറ്റ്സ്. വിളർച്ച മാറാനും എല്ലാത്തിനും സഹായകരമാണ്. നമുക്ക് ഇതിലോട്ട് കുറുകി വന്ന മിക്സിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചതും നിലക്കടല പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ബദാം പൊടിച്ചതും കൂടെ കൂട്ടി നന്നായിട്ട് കൈവിടാതെ ഇളക്കിയെടുക്കുക. അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായി കൈവിടാതെ ഇളക്കിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ജീരകം പൊടിച്ചത് ചേർക്കാം. പിന്നെ ചുക്ക് പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ബാക്കി വന്ന 2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത്
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലേഹ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രതിരോധശേഷി പൊതുവെ കുറവാണ്. ഈ ലേഹ്യം കുട്ടികളുടെ പ്രതിരോധശേഷി കൂട്ടും. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് സഹായിക്കും. കുറുകി വന്ന ലേഹ്യത്തിലേക്ക് നമുക്ക് കുറുകിയ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായി കൈവിടാതെ ഇളക്കുക. അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കുട്ടികളുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും വളർച്ചയ്ക്കും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും ഈ ലേഹ്യം ഉപകരിക്കും. മുതിർന്നവർക്ക് ബ്ലഡ് കുറവുള്ളവർക്കും ഈ ലേഹ്യം കഴിക്കാവുന്നതാണ്. നമ്മുടെ ലേഹ്യം ഇവിടെ പാകമായിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വന്ന ഈ ലേഹ്യം നടുവേ ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ കൂടിച്ചേരുന്നില്ല എങ്കിൽ ലേഹ്യം പാകമായി എന്നാണ് അർത്ഥം. നന്നായി കുറുകി പാകമായ ലേഹ്യമാണ് ഇത്. നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ നമുക്കിത് ഭരണികളിൽ സൂക്ഷിക്കാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ലേഹ്യം കഴിക്കാവുന്നതാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്കും എല്ലാം ഈ ലേഹ്യം ഉപകരിക്കും. നന്നായിട്ട് ആറിക്കഴിയുമ്പോൾ ഗ്ലാസിൻ്റെ ജാറിൽ സൂക്ഷിക്കുക. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇതിൽ ചേർക്കാത്തതിനാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നന്നായിട്ട് കഴുകി ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രം ഇത് എടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.